രാജ്യത്തെ ഹരിത ഊർജ്ജ മേഖലയ്ക്ക് വൻ ഉണർവേകിക്കൊണ്ട് ഗോവയിൽ 700 കോടിയുടെ എഥനോൾ പ്ലാന്റ് യാഥാർത്ഥ്യമാകുന്നു. സെൻട്രൽ ബയോഫ്യൂൽസ് ലിമിറ്റഡും പ്രാജ് ഇൻഡസ്ട്രീസും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ എഥനോൾ ബ്ലെൻഡിംഗ് നയങ്ങൾക്ക് കരുത്തുപകരാൻ പദ്ധതിക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. 3 വർഷത്തിനുള്ളിൽ പ്ലാന്റിന്റെ നിർമ്മാണം പൂർണ്ണമാകുന്നതോടെ 1000 പേർക്ക് നേരിട്ടും 3000-ലധികം പേർക്ക് പരോക്ഷമായും തൊഴിലവസരങ്ങൾ ലഭ്യമാകും. സെൻട്രൽ ബയോഫ്യൂൽസിൻ്റെ വിഷനായിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് ബയോ റിന്യൂവബിൾ എനർജി കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതിൻ്റെ പാർട്ടായിട്ട് വേൾഡ് ക്ലാസ് എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് കോൺട്രാക്ടേഴ്സ് ആയിട്ടുള്ള പ്രാജുമായിട്ടുള്ള എഗ്രിമെൻറ്റ് സൈനിങ് ആണ് ഇവിടെ നടന്നത്. സോ നമ്മളുടെ പ്ലാൻ ഈസ് ടു ഡെവലപ്പ് ഒരു 6 lakh liters ഓഫ് ഗ്രെയിൻ ബേസ്ഡ് എത്തനോൾ പ്രൊഡക്ഷൻ ആണ് അറ്റ് നവലിം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഗോവ. Needless to say, this project will significantly contribute to the national ethanol blending policy of India. So, ethanol എന്ന് പറയുന്നത് ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമുക്ക് ചിന്തിക്കൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫ്യൂവലായി മാറുകയാണ്. ഈ പറയുന്ന എനർജി സെക്യൂരിറ്റി കൈവരിക്കുകയും ഫാമേഴ്സിന് ബെറ്റർ പ്രൈസസ് കിട്ടുകയും ഒരു ഗ്രീൻ ഫ്യൂവൽ എന്നുള്ള രീതിയിൽ നമുക്ക് ട്രാൻസിഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. ആ ഒരു ജേർണിയിൽ സെൻട്രൽ ബയോഫ്യൂൽസും കൂടെ ഈ പ്രൊജക്റ്റുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോണ്.